السلام عليكم ورحمة الله وبركاته. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. സർവസമാദരണീയരായ ഉസ്താദുമാർ, സ്നേഹമസൃണരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കലാവസന്തങ്ങൾ പെയ്തിറങ്ങുന്ന സിബാക്കിൻ്റെ ഈ വേദിയിൽ പ്രവാചക സ്നേഹത്തിൻ്റെ സ്വഹാബി മാതൃക എന്ന മഹനീയ വിഷയത്തിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിൻ്റെ പരിധികളില്ലാത്ത പ്രപഞ്ചമാണ് പരിശുദ്ധരായ സ്വഹാബത്ത്. അവർക്കത് രക്തത്തിലും ശരീരത്തിലും അലിഞ്ഞു ചേർന്ന വികാരമായിരുന്നു. പരിശുദ്ധമായ ഹുദൈബിയ സന്ധിയുടെ സമയം ഖുറൈശി നേതാവായ ഉർവത്ത് ഇബ്നു മസ്ഊദിനെയാണ് മക്ക മുശ്രിക്കീങ്ങൾ പ്രതിനിധിയായി അയക്കുന്നത്. ഹബീബായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്വഹാബത്തിന്റെ സ്നേഹവും ബഹുമാനവും കണ്ട് അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെടുന്നുണ്ട്. മക്കയിലേക്ക് മടങ്ങിയെത്തിയ ഉർവത്ത് ഖുറൈശികളോട് പറയുന്നത് ഇങ്ങനെയാ: കിസ്റയുടെയും കൈസറിന്റെയും അടുത്ത് പ്രതിനിധിയായി ഞാൻ പോയിട്ടുണ്ട്. നജാശിയെയും മറ്റു രാജാക്കന്മാരെയും ഞാൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദിനെ തന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ഒരു രാജാവിനെയും ഒരു പ്രജയും സ്നേഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മുഹമ്മദ് തുപ്പുമ്പോൾ സ്വഹാബത്തിന്റെ കരങ്ങളിലല്ലാതെ വീഴുന്നില്ല, അതവരുടെ മുഖത്തും ശരീരത്തിലും തടവുകയാണ്. മുഹമ്മദ് സംസാരിക്കുമ്പോൾ അവരെല്ലാം നിശബ്ദരാണ്. മുഹമ്മദ് വുളൂ ചെയ്ത വെള്ളം ലഭിക്കാൻ സ്വഹാബത്ത് തിരക്കുകൂട്ടുകയാണ്. ഇത് സ്നേഹത്തിന്റെ മാതൃകയാണ്. പരിശുദ്ധരായ സ്വഹാബത്ത് കാഴ്ചവെച്ച പരിധികളില്ലാത്ത പ്രണയമാണ്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു. ആരായിരുന്നു സൗബാൻ റളിയല്ലാഹു അൻഹു? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിമയായിരുന്നു. ഒരിക്കൽ അതീവ ദുഃഖിതനായി കാണപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ: യാ സൗബാൻ, അല്ലയോ സൗബാൻ, എന്താണ് താങ്കളുടെ മുഖം ഇങ്ങനെ വിവരണമായിരിക്കുന്നത്? അന്നേരം മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാ: യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലയോ നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ. അല്പസമയം അങ്ങേ കാണാതിരുന്നാൽ വല്ലാത്ത ഏകാന്തതയാ, പരലോകം ഓർക്കുമ്പോൾ പേടിയാ. കാരണം എന്തേ? അങ്ങ് സ്വർഗത്തിൽ അമ്പിയാക്കളോടൊപ്പം വലിയ പദവിയിലായിരിക്കുമല്ലോ. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും എനിക്കങ്ങേ കാണാൻ കഴിയില്ലല്ലോ നബിയേ. ഈ ഒരു അവസരത്തിലാണ് സൂറത്തുൻ നിസായിലെ 69-ാമത്തെ സൂക്തം അവതരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹുവിനെയും അവന്റെ തിരുദൂതരെയും വഴിപ്പെടുന്നവർ നാളെ സുവർഗ്ഗലോകത്ത് അമ്പിയാക്കളുടെയും സജ്ജനങ്ങളുടെയും കൂടെയാണ്. സ്വഹാബത്തിന്റെ പ്രവാചക സ്നേഹം പകരം വെക്കാനില്ലാത്തതാണ്. പ്രവാചക സ്നേഹത്തിന്റെ മകുടോദാഹരണം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കിഴക്കിന്റെ കവി അല്ലാമ ഇഖ്ബാൽ വർണ്ണിക്കുന്ന വരികൾ എത്ര മനോഹരമാണ്. പർവാനെ കോ ചിറാഗ് ഹേ ബുൽബുൽ കോ ഫൂൽ ബസ് സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കാ റസൂൽ ബസ്. ചിത്രശലഭങ്ങൾക്ക് വിളക്കുമാടമുണ്ട്, വാനമ്പാടികൾക്ക് പൂമ്പടികളുണ്ട്. എന്നാൽ സിദ്ദീഖ് തങ്ങൾക്ക് വേണ്ടത് ഹബീബിനെ മാത്രമായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിൻ്റെ തനതായ രീതിയാണ് പരിശുദ്ധരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.